ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി സോയാ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ നല്ല ചൂടായ ഒരു ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്. പിന്നീട് നമുക്ക് അതിലോട്ട് വേണ്ട ബാലൻസ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് വേണ്ടത് ഒരു സവാള, നന്നായി ചോപ്പ് ചെയ്തെടുത്ത സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, 1.5 തക്കാളി, ഇത്രയും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നീട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും, പിന്നെ അതുകൂടാതെ ഇച്ചിരി കറിവേപ്പില ഇട്ട് വറുത്തെടുത്ത തേങ്ങ, അതിലോട്ടൊരു 6 കുതിർത്തിയ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. പിന്നീട് ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ബീഫ് മസാല, ഇത്രയും തന്നെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഈ അരപ്പാണ് നമ്മുടെ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ചൂടായ ചട്ടിയിലോട്ട് പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേനുമാണ് നമ്മൾ ഇതിലോട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കേണ്ടത്. ഞാനിവിടെ ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് സവാള കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു അല്പനേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അല്പനേരം ഒന്ന് ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേവിച്ച സവാളയിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്യാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറൊന്ന് കറക്കിയെടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 തക്കാളി കുഞ്ഞ് സ്ലൈസസ് ആയിട്ട് ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവി ഒന്നുകൂടി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അത് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇച്ചിരിയും കൂടി ഒന്ന് കുറുകി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല സെറ്റായിട്ട് കിട്ടണം. അപ്പോൾ നമുക്കൊരു 3 to 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതുവരെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണമുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇടാറില്ല. ഞാൻ ഈ കറിയുടെ ലാസ്റ്റ് ഗ്രേവി ടൈമിലാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്തെടുത്ത സോയാ ചങ്ക്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ സോയാ ചങ്ക്സ് ആണ്. അതാവുമ്പോഴത്തേക്ക് മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിലോട്ട് മിക്സായി കിട്ടും. ഇനി ഗ്രേവി സോയയിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഗ്രേവി കൂടുതൽ വേണ്ടവരാണെങ്കിൽ നമുക്കൊരല്പം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇത്ര ഗ്രേവി മതിയായതുകൊണ്ട് ഞാൻ അത്ര തന്നെ വേറൊന്നും ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ കറീനെ ഒരു 3 to 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് നമ്മുടെ സോയ ചങ്ക്സിൽ പിടിക്കട്ടെ. ഇങ്ങനെ ബബിളൊക്കെ വരുമ്പോഴത്തേനും ഏകദേശം കറി ഒന്ന് പാകമായി. പിന്നെ സോയയ്ക്ക് അധികം വേവൊന്നും വേണ്ട, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയത്ത് ഇനി നമുക്ക് ബാലൻസ് കറി പൗഡേഴ്സ് ഇതിലോട്ട് വേണ്ടത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള പരുവം എത്തുമ്പോഴത്തേനും അതിലോട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കറിക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട്. പിന്നീട് വേണ്ടത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ അത്ര എരിവില്ല കറിക്ക്. അതുകൊണ്ട് നമുക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് കയറി നിൽക്കുന്നത് പോലെ ആഡ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല പാലപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ ഇത് അടിപൊളിയാണേ.